നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരുന്നത് കമ്പോണൻസ് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റം ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അന്നേരം അതിൻ്റെ അണ്ടറിൽ 3 ടോപ്പിക്ക് വരുമായിരുന്നു കമ്പോണൻസിൻ്റെ അണ്ടറിൽ. ഒന്ന് നോളജ് ബേസ്, ഒന്ന് ഇൻഫറൻസ് എഞ്ചിന്, ഒന്ന് യൂസർ ഇൻ്റർഫേസ്. നോളജ് ബേസ്, യൂസർ ഇൻ്റർഫേസ് എഞ്ചിൻ, യൂസർ ഇൻ്റർഫേസ്. അന്നേരം ഇതിനകത്ത് നോളജ് ബേസ് കഴിഞ്ഞ് ഇനി ഈ നോളജ് ബേസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് നോളജ് അക്യൂസേഷൻ. അതിനകത്ത് നോളജ് അക്യൂസേഷൻ എന്ന് പറയുമ്പോഴത്തേന് ദ സക്സസ് ഓഫ് എനി എക്സ്പേർട്ട് സിസ്റ്റം മേജർലി ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി, കംപ്ലീറ്റ്നെസ് ആൻഡ് ആക്യുറസി ഓഫ് ദ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദ നോളജ് ബേസ്. അന്നേരം ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിന്റെ അതിന്റെ ഒരു ക്വാളിറ്റി, കംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ ആക്യുറസി എന്ന് വെച്ചാൽ പക്ക ഒരു ഇതായിരിക്കണം. എക്സ്പേർട്ട് സിസ്റ്റത്തിന്റെ അതിന്റെ പക്ക മാക്സിമം ക്വാളിറ്റിയിലായിരിക്കണം. അന്നേരം ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ആ ഒരു മാക്സിമം ഇതിലാണെങ്കിൽ നമുക്കൊരു നല്ലൊരു എക്സ്പേർട്ട് സിസ്റ്റമാണ് അത് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അന്നേരം അതിനെ നല്ലൊരു എക്സ്പേർട്ട് സിസ്റ്റത്തിനെ ബേസ് ചെയ്യുന്ന 3 ഫാക്ടറാണ് ക്വാളിറ്റി, കംപ്ലീറ്റ്നെസ് ആൻഡ് ആക്യുറസി. ആക്യുറസി ഓഫ് ഇൻഫർമേഷൻ അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ ആണ്. അതിന് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം: ക്വാളിറ്റി ഉണ്ടായിരിക്കണം, കംപ്ലീറ്റ്നെസ് ഉണ്ടായിരിക്കണം, ആക്യുറസി ഉണ്ടായിരിക്കണം. പിന്നെ ദ നോളജ് ബേസ് ഈസ് ഫോംഡ് ബൈ റീഡിങ്സ് ഫ്രം വേരിയസ് എക്സ്പേർട്സ്, സ്കോളേഴ്സ് ആൻഡ് ദ നോളജ് എഞ്ചിനീയേഴ്സ്. The knowledge engineer is a person with qualities of empathy, quick learning and case അനലൈസിങ് സ്കിൽസ്. നോളജ് ബേസ് ഈസ് ഫോംഡ് ബൈ റീഡിങ്സ് ഫ്രം. ഈ നോളജ് ബേസ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഇത് വേരിയസ് എക്സ്പേർട്ട്, സ്കോളേഴ്സ് അല്ലെങ്കിൽ നോളജ് എഞ്ചിനീയേഴ്സ് ബിൽഡ് ചെയ്തെടുക്കുന്നു. അത് അവർ ചിലപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും, ചിലപ്പം റിസർച്ച് വെച്ചിട്ടായിരിക്കും. ഈ നോളജ് എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ ഇങ്ങനത്തെ ഇതിനെയൊക്കെ ഫോം ചെയ്ത് എടുക്കുന്നത്. അന്നേരം ഈ നോളജ് ബേസ് എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ വേരിയസ് എക്സ്പേർട്സ് അല്ലെങ്കിൽ സ്കോളേഴ്സ് അല്ലെങ്കിൽ നോളജ് എഞ്ചിനീയേഴ്സിന്റെ കഴിവ് മൂലം ആണ് ഈ നോളജ് ബേസ് ഫോം ചെയ്ത് വരുന്നത്. The knowledge engineer is a person with qualities of empathy, quick learning and case analyzing skills. അന്നേരം നോളജ് എഞ്ചിനീയേഴ്സിന് ഇത്ര സ്കിൽസ് ഒക്കെ അതൊന്നും വേണ്ട, പഠിക്കണ്ട. ഹി അക്യൂർസ് ഇൻഫർമേഷൻ ഫ്രം സബ്ജക്റ്റ് എക്സ്പേർട്സ്, റെക്കോർഡിങ്, ഇന്റർവ്യൂയിങ്. അങ്ങേര് പിന്നെ എങ്ങനെ ഇതാണെങ്കിൽ എങ്ങനെ ഇത് അക്യൂർ ചെയ്ത് എടുക്കുന്നു എന്നാണ് പറയുന്നത്. അതും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ചിലപ്പോൾ ഏതെങ്കിലും റെക്കോർഡിങ്ങിലോ വീഡിയോയിലൂടെ ആയിരിക്കും അങ്ങേർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇന്റർവ്യൂയിങ്, ഒബ്സർവിങ്, മറ്റു വർക്ക്, അങ്ങനെ പല ഇതിലൂടെ കിട്ടുന്നു. ഹി കാറ്റഗറൈസ് ദ ആൻഡ് ഓർഗനൈസസ് ദ ഇൻഫർമേഷൻ ഇൻ എ മീനിങ് വേ. അങ്ങേരാണ് ഇതിനെ ഈ പലതായിട്ട് ഈ റിസർച്ച് ചെയ്ത് ഐഡന്റിഫൈ ചെയ്തൊക്കെ സാധനങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഒരു നോളജ് ബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതൊരു മീനിങ് ഫുൾ വേയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ഈഫ് ദെൻ എൽസ് റൂൾസ്. ഈ ഈഫ് ദെൻ എൽസ് റൂൾസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ടൈപ്പ് റൂൾസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ നോളജ് ബേസിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ നോളജ് ബേസിന് ഡെവലപ്മെന്റ്സും പല ഡെവലപ്മെന്റ്സും ഈ നോളജ് എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് രണ്ടാമത്തെ ടോപ്പിക്, അതായത് കമ്പോണൻസ് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റത്തിന്റെ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നതാണ് ഇന്റർഫേസ് എഞ്ചിൻ. ഇന്റർഫേസ് എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേനും use of efficient procedures and rules by inference engine is essential in detecting and correct flawless solution. In case of knowledge based ES, interface engine acquires and manipulates the knowledge from the knowledge base to arrive at a particular solution. ഈ നോളജ് ബേസ് എന്ന് പറയുമ്പോഴത്തേന് ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേന് കുറെ റൂൾസ് എല്ലാം കൂടെ അപ്ലൈ ചെയ്തിട്ടാണെങ്കിൽ കുറെ പുതിയ എന്നുവെച്ചാൽ പഴയ കുറെ ഇൻഫർമേഷൻ ഉണ്ടല്ലോ ഈ നോളജ് ബേസ്. അന്നേരം ഈ പഴയ ഇരിക്കുന്ന ഇൻഫർമേഷനെ നമ്മളാണെങ്കിൽ എന്തെങ്കിലും റൂൾസോ കാര്യങ്ങളോ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് പുതിയൊരു ഇൻഫർമേഷൻ ആക്കി എടുക്കുന്നു. അതാണ് ഈ ഇൻഫറൻസ് എഞ്ചിന്റെ പരിപാടി. പിന്നെ യൂസ് ഓഫ് എഫിഷ്യന്റ് പ്രൊസീജിയേഴ്സ് റൂൾസ് ബൈ ഇൻഫറൻസ് എഞ്ചിൻ ഈസ് എന്നുവെച്ചാൽ അത് തന്നെ ആ ഫസ്റ്റ് സെന്റൻസ് അത് തന്നെ പറയുന്നത്. അതിനകത്ത് സർട്ടൺ റൂൾസും കാര്യങ്ങളും എല്ലാം നമ്മൾ അപ്ലൈ ചെയ്തിട്ടായിരിക്കും പുതിയൊരു സൊല്യൂഷനെ, തെറ്റില്ലാത്തൊരു സൊല്യൂഷനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇൻ കേസ് ഓഫ് നോളജ് ബേസ്ഡ് ES, ഇൻഫറൻസ് എഞ്ചിൻ അക്യൂർസ് മാനിപ്പുലേറ്റ്സ് ദ നോളജ് ഫ്രം ദ നോളജ് ബേസ് ടു അറൈവ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ. ആ നോളജ് ബേസിൽ നിന്നുള്ള പഴയ സൊല്യൂഷൻ എടുത്ത് വെച്ചിട്ട് പുതിയൊരു അഡ്വാൻസ്ഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ നല്ലൊരു നമുക്ക് വേണ്ടുന്നൊരു സൊല്യൂഷനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കും.
എടുക്കുന്നു ഈ ഇൻഫറൻസ് എഞ്ചിന്. ഇൻ കേസ് ഓഫ് റൂൾസ് ബേസ്ഡ് ES, ഇറ്റ് അപ്ലൈസ് റൂൾസ് ടു റിപ്പീറ്റ്ലി ദ ഫാക്ട്സ് വിച്ച് ആർ ഒബ്റ്റൈൻഡ് ഫ്രം either rule application, adds new knowledge into the knowledge base if required. അന്നേരം പുതിയൊരു നോളജിനെ ക്രിയേറ്റ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞില്ലേ, അന്നേരം ഇതിനെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ ഫ്യൂച്ചറിൽ അതിനെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ നോളജ് ബേസിലോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. അങ്ങനെ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നില്ല, ജസ്റ്റ് വേണമെങ്കിൽ വെച്ചാൽ മതി. അന്നേരം ജസ്റ്റ് ഈ ഇൻഫറൻസ് എഞ്ചിൻ എന്തുവാന്ന് നോക്കുക, അതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് നോക്കുക. എന്ന് വെച്ചാൽ ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേന് കുറെ പഴയ ഇരിക്കുന്ന ഡാറ്റാബേസിൽ നിന്ന് കുറെ റൂൾസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് പുതിയൊരു സൊല്യൂഷനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് ഈ ഇൻഫറൻസ് എഞ്ചിന്റെ പരിപാടി. പിന്നെ ഇൻഫറൻസ് എഞ്ചിൻ ഈസ് എ കമ്പോണന്റ്, അതിന്റെ ഒരു പ്രോപ്പർ ഡെഫിനിഷൻ എന്ന് പറയുമ്പോഴത്തേന് ഇൻഫറൻസ് എഞ്ചിൻ ഈസ് എ കമ്പോണന്റ് inference engine is a component of a system that applies logical rules to knowledge base to deduce new information. പുതിയ ഇൻഫർമേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പഴയതിനെ റൂൾസ് കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് പുതിയതിനെ ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നെ ഇറ്റ് ഇന്റർപ്രറ്റ്സ് ആൻഡ് ഇവാലുവേറ്റ്സ് ദ ഫാക്ട് ഇൻ നോളജ് ബേസ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ആൻ ആൻസർ. ഈ നേരത്തെ ഇരിക്കുന്ന നോളജിനെ, ആ നോളജ് ബേസിൽ ഇരിക്കുന്ന നോളജിനെ നമ്മളാണെങ്കിൽ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ കുറെ അരിച്ച് പറക്കിയെടുത്ത് പുതിയൊരു സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കുന്നു. അത്രയേ ഉള്ളു പറയുന്നത്, അത്രയും നോക്കിയാൽ മതി. പിന്നെ ടു റെക്കമെൻഡ് എ സൊല്യൂഷൻ ഇൻഫറൻസ് എഞ്ചിൻ യൂസേഴ്സ് ടു ഈ ഇൻഫറൻസ് എഞ്ചിന് 2 സ്ട്രാറ്റജി ഉണ്ട്. എന്ന് വെച്ചാൽ എങ്ങനെയാണ് ആ സൊല്യൂഷനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്ന് ഫോർവേഡ് ചെയിനിങ്ങും, രണ്ടാമത്തെ ബാക്ക്വേർഡ് ചെയിനിങ്. ഫോർവേഡ് ചെയിനിങ് എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഇറ്റ് ഈസ് എ സ്ട്രാറ്റജി ഓഫ് എക്സ്പെർട്ട് സിസ്റ്റം ടു ആൻസർ ദ ക്വസ്റ്റ്യൻ വാട്ട് ക്യാൻ ഹാപ്പൻ നെക്സ്റ്റ്. എന്ന് വെച്ചാൽ കുറെ ഫാക്ട് എടുത്ത് നമ്മൾ ഇങ്ങനെ നിരത്തി വെച്ച്, താണ്ട ഇതിനകത്ത് കണ്ടില്ലേ, കുറെ ഫാക്ട് എടുത്ത് നിരത്തി വെച്ച് ആ ഫാക്ടിനെ നിരത്തി വെച്ചിട്ട് നമ്മളാണെങ്കിൽ അടുത്ത എന്തുവാണ് കണ്ടുപിടിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ബോട്ടം ടു അപ്പ് അപ്രോച്ച് എന്ന് പറയത്തില്ല, ആ ഒരു രീതി, ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് ഇത് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് വെച്ച് അടുത്തത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ആ ഒരു പോക്ക്. എന്ന് വെച്ചാൽ ആ ഗോള്, അതായത് ആ സൊല്യൂഷനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക് ഇതാണ്, ഇതിനകത്ത് ഫാക്ട്സ് എടുത്ത് വെച്ച് അതിനെ നമ്മൾ ഇവാലുവേറ്റ്, അനലൈസ് ചെയ്ത്, ഇന്റർപ്രറ്റ് ചെയ്ത് അവസാനം ഒരു സൊല്യൂഷനെ കണ്ടുപിടിച്ചു. അങ്ങനെ ഇപ്പം കയ്യിരിക്കുന്നത് വെച്ച് മുന്നോട്ട് പോയി പുതിയൊരു സൊല്യൂഷനെ കണ്ടുപിടിക്കുന്നതാണ് ഫോർവേഡ് ചെയിനിങ്. Here the inference engine follows the chain conditions and derivation, finally deduce the outcome. It considers all the facts and rules and sort them before concluding to a solution. അത് ജസ്റ്റ് വായിച്ചിട്ടിരുന്നാൽ എന്ന് വെച്ചാൽ ഫാക്ട് ആൻഡ് റൂൾസ് ആൻഡ് ഈ ഇപ്പം ഇരിക്കുന്ന ഫാക്ട്സും റൂൾസിനെയൊക്കെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് ഈ കൺക്ലൂഷൻ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഇപ്പം ഒരു സൊല്യൂഷനെ കിട്ടി, അത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഈ ഫാക്റ്റും റൂൾസും ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഇത് മാത്രം നോക്കിയാൽ വാട്ട് ക്യാൻ ഹാപ്പൻ നെക്സ്റ്റ്, അടുത്തത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയായിരിക്കും ഇതിന്റെ ഒരു വർക്കിംഗ്. ഫോർവേഡ് ചെയിനിങ് ഇവിടെ ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. റീച്ച് ദ ഗോൾ, ഇപ്പം കയ്യിലിരിക്കുന്ന ഡേറ്റ വെച്ച് അടുത്തത് എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കി പോകുന്നതാണ് ഫോർവേഡ് ചെയിനിങ്. ഈ വലിയ പ്രോബ്ലം വരത്തില്ല, അന്നേരം ഈ വലിയ പ്രോബ്ലം വരുമ്പോഴത്തേന് അതിന്റെ സൊല്യൂഷനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പല പീസ് ആക്കി വെക്കും. ഈ പല സ്റ്റെപ്സിലൂടെ അതിന്റെ സൊല്യൂഷനെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവം കൂടാണ് ഫോർവേഡ് ചെയിനിങ്. ദ സ്ട്രാറ്റജി ഫോളോഡ് റിസൾട്ട് ഫോർ എക്സാമ്പിൾ പ്രഡിക്ഷൻ, ഷെയർ മാർക്കറ്റ് ആയിരുന്നു വേണ്ട. പിന്നെ ബാക്ക്വേർഡ് ചെയിനിങ്. ബാക്ക്വേർഡ് ചെയിനിങ് എന്ന് പറയുമ്പോഴത്തേന് മറ്റേത് ഫോർവേഡ്, ഇത് ബാക്ക്വേർഡ്. മറ്റേത് ഫോർവേഡ് ആണെങ്കിൽ ഫോർവേഡ് എന്താണ് അടുത്തത് എന്ന് കണ്ടുപിടിച്ചായിരുന്നു പോകുന്നത്. ബാക്ക്വേർഡ് ആകുമ്പോഴത്തേന് എങ്ങനെയാണ് ഇത് ഹാപ്പൻ ചെയ്തത്, എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സ്ഥലത്ത് നിൽക്കുക, അവിടെ എങ്ങനെയാണ് വന്നത് എന്ന് കണ്ടുപിടിച്ച് പുറകിലോട്ട് പോയി അതിനെ ഒരു സൊല്യൂഷനെ കണ്ടുപിടിക്കുന്നതാണ് ബാക്ക്വേർഡ് ചെയിനിങ്. എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു. മറ്റേത് വാട്ട് ക്യാൻ അടുത്ത സൊല്യൂഷൻ എന്താണെന്ന് കണ്ടുപിടിച്ചു പോകുന്നത്. ഇത് ഇപ്പം നിൽക്കുന്ന ഫാക്ടിനകത്തോട്ട് എങ്ങനെ വന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകിലോട്ട് നോക്കി പോകുന്നത്. അതാ കണ്ടോ, ആരോ തിരിച്ചു കൊടുത്തേക്കുന്നുണ്ടോ? അത്രേ ഉള്ളൂ. ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് ആൾറെഡി ഹാപ്പൻഡ്, ദ ഇൻഫറൻസ് എഞ്ചിൻ ട്രൈസ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് കണ്ടീഷൻസ് കുഡ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് ഫോർ ദിസ് റിസൾട്ട്. ഇപ്പം നിൽക്കുന്ന റിസൾട്ടിന്റെ പാസ്റ്റിൽ എന്ത് സംഭവിച്ചു എന്ന് അനലൈസ് ചെയ്ത് പോകുന്നതാണ് ബാക്ക്വേർഡ് ചെയിനിങ്. ദി സ്ട്രാറ്റജി ഈസ് ഫോളോഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് കോസ് ഓർ റീസൺ. കോസും റീസണും കണ്ടുപിടിച്ചിട്ട് എങ്ങനെ വന്നു എന്ന് കണ്ടുപിടിച്ച് പോകുന്നത്. അത്ര മതി. പിന്നെ യൂസർ ഇന്റർഫേസ് എന്ന് പറയുമ്പോഴത്തേന് യൂസർ ഇന്റർഫേസ് പ്രൊവൈഡ്സ് ദി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ യൂസർ ഓഫ് ദി ES ആൻഡ് ദി ES ഇറ്റ്സെൽഫ്. അതിന്റെ ഒരു പ്രോപ്പർ ഡെഫിനിഷൻ എന്ന് പറയുമ്പോഴത്തേന് ആൻഡ് യൂസർ ഇന്റർഫേസ് ഈസ് the method by which expert system interact with the user
ഒരു എക്സ്പേർട്ട് സിസ്റ്റം അത് യൂസറുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ എടുക്കത്തില്ലേ, അന്നേരം ആപ്ലിക്കേഷൻ നീ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഒരു വിൻഡോ വരത്തില്ലേ, അത് ജസ്റ്റ് ഒരു ഇന്റർഫേസ് ആണ്. അതാണ് ഒരു യൂസർ ഇന്റർഫേസ് എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അത് നമ്മളാണെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യുന്നത്, നമുക്കാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലെ കോഡിങ്ങിനെ ഒന്നും ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിന്റെ കോഡിങ്ങിനെ കുറിച്ചൊന്നും നമ്മളെ ബോധറാവേണ്ട കാര്യമില്ല. അന്നേരം ഫ്രണ്ടിൽ നടക്കുന്നത്, അതായത് ആ ഫ്രണ്ടിലത്തെ ആ ഒരു യൂസർ ഇന്റർഫേസ് എങ്ങനെയാണ് യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, ആ ഒരു ഇതാണ് യൂസർ ഇന്റർഫേസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദീസ് ക്യാൻ ബി ത്രൂ ഡയലോഗ് ബോക്സസ്, കമാൻഡ് പ്രോംസ്, ഫോംസ് ഓർ ഏതർ ഇൻപുട്ട് മെത്തേഡ്സ്. അന്നേരം ഈ പറഞ്ഞതാണ് ഈ ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ്, ഫോംസോ ഇൻപുട്ട് മെത്തേഡോ എന്തെങ്കിലും വെച്ചിട്ടാണെങ്കിൽ യൂസറിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിക്കുക, അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക, അങ്ങനെ ഒരു യൂസറുമായിട്ടൊരു കോണ്ടാക്ട്, ആ ഒരു ഇന്റർഫേസിനെ പറയുന്നതാണ് യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇറ്റ് ജനറലി നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് സോ has to be used by the user who is well versed in task domain. The user of the ES need not be necessarily ഈ എന്ന് വെച്ചാൽ യൂസ് ചെയ്യുന്ന ആൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസി വലിയ എക്സ്പെർട്ട് ആണെന്നൊന്നുമില്ല. ജസ്റ്റ് നമ്മളാണെങ്കിൽ അറിയാവുന്ന ഒരാളെ ഇത് ഉണ്ടാക്കി എഴുതി വെച്ചേക്കുക, അതിന്റെ ഫ്രണ്ട് ഒരു യൂസർ ഇന്റർഫേസ് ഉണ്ടാക്കി വെച്ചേക്കുക. അന്നേരം നമ്മൾ ജസ്റ്റ് അതിനകത്ത് ആ യൂസർ ആണെങ്കിൽ അതിനെ ജസ്റ്റ് എന്തുവാണ് വേണ്ടതെന്ന് വെച്ചാൽ നീഡ്സ് വെച്ചിട്ടാണെങ്കിൽ അതിനെ ഉപയോഗിച്ച് മാത്രം മതി. ആ ഒരു ഇന്റർഫേസ് വെച്ച്, യൂസർ ഇന്റർഫേസ് വെച്ച് വേണമെങ്കിൽ ചിലപ്പോൾ ഇത് ഈ യൂസർ ഇന്റർഫേസ് ആണെങ്കിൽ ഒരു ഡിസ്പ്ലേ സ്ക്രീൻ ഈ പറഞ്ഞ പോലെ കമാൻഡ് പ്രോംപ്റ്റോ വെച്ച് ഡയലോഗ് ബോക്സസോ ഇൻപുട്ട് ബോക്സോ അങ്ങനെ വെച്ച് ആയിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ സ്പീക്കിംഗ് കൊട്ടാണൊക്കെ ഇല്ലേ, അതുപോലെ സ്പീക്കിംഗ് വെച്ചിട്ടാണെങ്കിൽ ഒരു ഇന്റർഫേസ് ആയിരിക്കും. അല്ലെങ്കിൽ ലിസ്റ്റിംഗ് ഓഫ് റൂൾസ് നമ്പേഴ്സ് ഡിസ്പ്ലേഡ് ഓൺ ദി സ്ക്രീൻ. അന്നേരം അതുപോലെ എന്തെങ്കിലും ഇത് എന്തുവാ നോളജ് ബേസ്ഡ് സിസ്റ്റം ബിൽഡിംഗ് ടൂൾസ്. അന്നേരം ഈ നോളജ് സിസ്റ്റം ബിൽഡിംഗ് ടൂൾസ് ഈ എന്തുവാ പറയുന്ന ഈ നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതിനെ ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ്. അന്നേരം നോളജ് സിസ്റ്റം ബിൽഡിംഗ് ടൂൾസ് ആർ പ്രോഗ്രാമിംഗ് സിസ്റ്റംസ് വിച്ച് സിംപ്ലിഫൈ ദ ജോബ് ഓഫ് കൺസ്ട്രക്ടിങ് ആൻ എക്സ്പേർട്ട് സിസ്റ്റം. ഒരു ഈ എക്സ്പേർട്ട് സിസ്റ്റത്തിനെ നമ്മളാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യല്ലോ, ആ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പണി സിമ്പിൾ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അഡ്വാൻസ്ഡ് ഒരു ID ഉപയോഗിക്കാന്ന് വെച്ചാൽ, അന്നേരം അതിനകത്ത് ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇട്ടാൽ ക്ലോസിംഗ് ബ്രാക്കറ്റ് തനിയെ വരുന്നുണ്ട് അഡ്വാൻസ്ഡ് ID എന്ന് വെച്ചാൽ. അതുപോലെ നമുക്കാണെങ്കിൽ അന്നേരം ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇടേണ്ട ആവശ്യമില്ല, തനിയെ വരുന്നുണ്ട്, അത് ഡിറ്റക്ട് ചെയ്ത് തനിയെ വരുവാണ്. എന്ന് വെച്ചാൽ നമുക്ക് എന്തുവാ കുറെ ടൂൾസ്, ഇതൊക്കെ എന്ന് വെച്ചാൽ ടൂൾസ് എന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ്. അതാണ് നോളജ് സിസ്റ്റം ബിൽഡിംഗ് ടൂൾസ്. അതിനകത്ത് 4 പാർട്ടുണ്ട്. 1 പ്രോഗ്രാം ലാംഗ്വേജ്, 2 നോളജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജ്, 3 സിസ്റ്റം ബിൽഡിംഗ് എയ്ഡ്സ്, 4 സപ്പോർട്ട് ഫെസിലിറ്റീസ്. ഈ 4 ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത്. അന്നേരം അതിനകത്ത് ഒന്നാമത്തെ ടൂള് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസർ ഇൻ എക്സ്പെർട്ട് സിസ്റ്റം ആപ്ലിക്കേഷൻസ് ആർ ജനറലി എയ്തർ പ്രോബ്ലം ഓറിയന്റഡ് ലാംഗ്വേജ് സച്ച് ആസ് ഫോർട്രാൻ. എന്ന് വെച്ചാൽ ജസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഒരു ബേസിസിലാണെങ്കിൽ ഇപ്പം ഞാനൊരു മിഷൻ ലേണിംഗ് ആണ് എനിക്കാണെങ്കിൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കാം. അന്നേരം എനിക്ക് പൈത്തൺ യൂസ് ചെയ്താൽ മതി. പൈത്തൺ യൂസ് ചെയ്യുമ്പോഴത്തേന് അതിനകത്ത് കുറേ ലൈബ്രറീസ് ഉണ്ട്. ലൈബ്രറീസ് ഉള്ള കാരണം എനിക്ക് എളുപ്പത്തിൽ പൈത്തൺ ആണെങ്കിൽ പൈത്തണിൽ കൂടെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ബേസിൽ നമുക്കാണെങ്കിൽ ഒരു നല്ലൊരു നമുക്ക് ബാക്കപ്പ് വരും. ഏത് നല്ലൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആവശ്യത്തിനനുസരിച്ചുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സെലക്ട് ചെയ്യണമോ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സച്ച് ആസ് ഫോർട്ടൺ ആൻഡ് പാസ്കൽ ഓർ സിമ്പിൾ മാനിപ്പുലേഷൻ ലാംഗ്വേജ് സച്ച് ആസ് ലിസ്പ്, പ്രോലോഗ്. ഈ പ്രോബ്ലം ഓറിയന്റഡ് എന്ന് വെച്ചാൽ പ്രോബ്ലം സോൾവിങ് അതിൻ്റെയൊക്കെ ഒരു ബേസിസിലുള്ള ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് എങ്കിൽ ഫോർട്ടാൻ അല്ലെങ്കിൽ പാസ്കൽ എന്ന് പറഞ്ഞ ലാംഗ്വേജ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സിമ്പിൾ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ലൈക്ക് ലിസ്പ് അങ്ങനത്തെ ഒരു ഇതാണ് വരുന്നതെങ്കിൽ ലിസ്പ്, പ്രോലോഗ് ഉപയോഗിക്കാം. പിന്നെ പ്രോബ്ലം ഓറിയന്റഡ് ലാംഗ്വേജ് ആർ ഡിസൈൻഡ് ഫോർ പർട്ടിക്കുലർ ക്ലാസസ് ഓഫ് പ്രോബ്ലംസ്. എക്സാമ്പിൾ വേണ്ട, ജസ്റ്റ് പ്രോഗ്രാം ലാംഗ്വേജ് അത് മതി. നോളജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജസ്. നോളജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജ് is a type of programming language designed to construct and debug expert system KE എന്ത് പറയുന്നത് എന്തോ നോളജ് എക്സ്പെർട്ട് ആണെന്ന് തോന്നുന്നു. എന്തോ ആ സാധനം നോളജ് സിസ്റ്റം ബിൽഡിംഗ് ടൂൾസോ KE എന്ത് പറയുന്നത്? KE ആണ് നോളജ് എഞ്ചിനീയറിംഗ്. Knowledge engineering language is a type of programming language designed to construct and debug expert system. KE language provides certain
faculties for building expert system. They are flexible than less programming languages with regard. എന്ന് വെച്ചാൽ knowledge engineering languages language is a type of programming language designed to construct and debug. എന്ന് വെച്ചാൽ ഇതാണെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ്. നമുക്കാണെങ്കിൽ ഡീബഗിങ് ഫെസിലിറ്റീസും എററിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള രീതിയും അങ്ങനത്തെ കുറേ ഒരു ടൂൾസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് നോളജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജ്. നോളജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജ് ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിസൈൻ ടു കൺസ്ട്രക്ട് ആൻഡ് ഡീബഗ്. എന്ന് വെച്ചാൽ ഈ എക്സ്പെർട്ട് സിസ്റ്റത്തിനെ ഇതിനകത്ത് എന്തുവാ സിസ്റ്റത്തിനെ ബിൽഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ് നോളജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിനകത്ത് കൺസ്ട്രക്ട് ചെയ്യാൻ എളുപ്പമാണ്, ഡീബഗ് ചെയ്യാൻ ഒരു എളുപ്പവഴി കൊടുക്കുന്നുണ്ട് ഈ നോളജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന ലാംഗ്വേജ്. certain facilities for building expert system, they are flexible than a less programming language with regarding how knowledge can be represented and manipulated. The system building aids consists of programs which help acquire and represent the domain expert knowledge. System building aids consist of programs which help acquire and represent the domain experts knowledge and program which help design the expert system under construction. ഇപ്പോൾ കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിനെ കുറച്ചുകൂടെ എളുപ്പത്തിലാണെങ്കിൽ നമുക്കാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് സിസ്റ്റം ബിൽഡിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാംസ് അഡ്രസ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. മെനി ആർ റിസർച്ച് ടൂൾസ് ജസ്റ്റ് ബിഗിനിങ് ടു ഇവോൾവ് ഇൻ പ്രാക്ടിക്കൽ useful aids, although a few are offered as full blown commercial systems. ഇതും അതുപോലെ എന്തെങ്കിലും ടൂൾസ് ഇതൊന്നും ചോദിക്കുന്നു തോന്നുന്നു. സിസ്റ്റം ബിൽഡിംഗ് പ്രോഗ്രാംസ് വെച്ച് ചിലപ്പോൾ ഇപ്പൊ കൺസ്ട്രക്ഷൻ ഇരിക്കുന്ന ടൂൾസിനെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ എളുപ്പത്തിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് സിസ്റ്റം ബിൽഡിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ടൂൾസ് സപ്പോർട്ട്സ്. അടുത്തത് ടൂൾ സപ്പോർട്ട് എൻവയോൺമെന്റ് ഫെസിലിറ്റീസ്. ദീസ് ആർ സിംപ്ലി സോഫ്റ്റ്വെയർ പാക്കേജ് which come with each tool to make it more user friendly and more efficient it have for parts. എന്ന് വെച്ചാൽ കുറെ സോഫ്റ്റ്വെയർ പാക്കേജ് ആണ്, അതിനാണെങ്കിൽ ബിൽഡിംഗ് ടൂൾസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെട്ടെന്ന് ഇതിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതും ഒരു ടൈപ്പ് ഓഫ് ടൂൾസ് ആണ്. ഡീബഗിങ് അതിനകത്ത് വരുന്ന 4 പാർട്സ് ആണ്. ഡീബഗിങ് എയ്ഡ്സ് ടു വാലിഡേറ്റ് ആൻഡ് ഇവാലുവേറ്റ് പ്രോഗ്രാം ബേസ്ഡ് ഓൺ ദ റൂൾ വെച്ചിട്ടാണെങ്കിൽ അതിനെ വാല്യൂ ചെയ്യാൻ എന്ന് വെച്ചാൽ ഡീബഗിങ് എയ്ഡ്സ് ഡീബഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ റൂൾസ് വെച്ചിട്ട് അത്രയേ ഉള്ളൂ. പിന്നെ നോളജ് ബേസ് എഡിറ്റേഴ്സ് അപ്ഡേറ്റിംഗ് ദ നോളജ് ദാറ്റ് ഈസ് ആൾറെഡി സ്റ്റോർഡ്. ഇപ്പൊ ആൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന നോളജ് അപ്ഡേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്. അപ്ഡേറ്റ് ചെയ്യിക്കാൻ ഇത് ഈ ടൂൾസ് സപ്പോർട്ട് എൻവയോൺമെന്റ് ഫെസിലിറ്റീസ് അനുവദിക്കുന്നുണ്ട്. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫെസിലിറ്റീസ്, ഈ എക്സ്പെർട്ട് സിസ്റ്റവുമായിട്ട് നമുക്കാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, പിന്നെ എക്സ്പ്ലനേഷൻ ഫെസിലിറ്റീസ്. എന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ ഒരു കൺക്ലൂഷനിൽ എത്താൻ വേണ്ടിയിട്ട് എങ്ങനെ ആ കൺക്ലൂഷനിൽ എത്താം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ദോ നോട്ട് ആൾ പ്രൊവൈഡ് ദ സെയിം ഡിഗ്രി ഓഫ് സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഫോർ എക്സ്പ്ലനേഷൻ. എന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ഹൗ യൂസേഴ്സ് ദേ റീച്ച് ഒരു പർട്ടിക്കുലർ കൺക്ലൂഷനിലാണെങ്കിൽ എത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറേ ഫെസിലിറ്റീസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിനകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തുവായിരുന്നു, നോളജ് അക്വിസേഷൻ എന്തുവാന്ന് പറഞ്ഞു, നോളജ് അക്വിസേഷൻ എൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. ഡെഫിനിഷൻ എന്തുവായിരുന്നു മറന്നുപോയി. നോളജ് അക്വിസേഷൻ എന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ജസ്റ്റ് നോളജ് പല റീഡിങ്ങിൽ നിന്നും എക്സ്പേർട്ട് ഇതിൽ നിന്നും നമ്മളാണെങ്കിൽ കുറേ നോളജിനെ അക്യൂർ ചെയ്ത് എടുക്കുന്നു. അതാണ് നോളജ് അക്വിസേഷൻ പല സോഴ്സുകളിൽ നിന്ന്. പിന്നെ ഇൻഫറൻസ് എഞ്ചിൻ എന്തെന്ന് പറഞ്ഞാൽ ഇൻഫറൻസ് എഞ്ചിൻ ഈസ് എ കമ്പോണന്റ് ഓഫ് സിസ്റ്റം ദാറ്റ് അപ്ലൈസ് ലോജിക്കൽ റൂൾസ് ടു ദ നോളജ് ബേസ് ടു ഡെഡ്യൂസ് ന്യൂ ഇൻഫർമേഷൻ. പഴയ ഇൻഫർമേഷൻ നമ്മളാണെങ്കിൽ പഴയ ഡാറ്റാബേസ് നോളജ് ബേസ് ഇരിക്കുന്ന ഇൻഫർമേഷനെ അനലൈസ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് പുതിയൊരു സൊല്യൂഷനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫറൻസ് എഞ്ചിൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 സ്ട്രാറ്റജീസ് ഉണ്ട്. ഒന്ന് ഫോർവേഡ് ചെയിനിങ്, രണ്ടാമത്തെ ബാക്ക്വേഡ് ചെയിനിങ്. ഫോർവേഡ് ചെയിനിങ് എന്ന് പറയുമ്പോഴത്തേന് ഇത് നമ്മൾക്ക് കുറേ ഫാക്ട് കയ്യിലുണ്ട്. ആ ഫാക്റ്റിനെ വെച്ചിട്ട് അടുത്തത് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടുപിടിച്ച് പോകുന്നതാണ് ഫോർവേഡ് ചെയിനിങ്. ബാക്ക്വേഡ് ചെയിനിങ് എന്ന് വെച്ചാലാണെങ്കിൽ ഇപ്പം നിൽക്കുന്ന ഒരു
ആ സ്ഥലം ആ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഫാക്ട് അതിൽ എങ്ങനെ വന്നു എന്ന് കണ്ടുപിടിച്ച് തിരിച്ച് പുറകിലോട്ട് പോകുന്നതാണ് ബാക്ക്വേർഡ് ചെയിനിങ്. പിന്നെ യൂസർ ഇന്റർഫേസ്, യൂസർ എക്സ്പേർട്ട് സിസ്റ്റമായിട്ട് തമ്മിലൊരു ഇന്ററാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂസർ ഇന്റർഫേസ്, നോളജ് സിസ്റ്റം ബിൽഡിംഗ് ടൂൾസ് അതിനകത്ത് 4 ഉണ്ടെന്ന് പറഞ്ഞു. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, നോളജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജ്, സിസ്റ്റം ബിൽഡിംഗ് എയ്ഡ്സ്, സപ്പോർട്ട് ഫെസിലിറ്റീസ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കാരണം നമുക്കാണെങ്കിൽ എന്തുവാ പെട്ടെന്ന് ഈ സിസ്റ്റത്തിനെ ബിൽഡ് ചെയ്യിക്കാൻ അത് തന്നെ സിസ്റ്റത്തിനെ പെട്ടെന്ന് ബിൽഡ് ചെയ്യിക്കാൻ സഹായിക്കുന്നു. സിമ്പിൾ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ഡിസൈൻ ഫോർ ആർട്ടിഫിഷ്യൽ അതൊന്നും വേണ്ട. പിന്നെ നോളജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജ് ഉണ്ടെന്ന് പറഞ്ഞു. ലാംഗ്വേജ് ടൈപ്പ് ഓഫ് പ്രോഗ്രാം ഡിസൈൻ ടു ഇതിനെ ഡീബഗ് ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് നോളജ് എഞ്ചിനീയറിംഗ് ലാംഗ്വേജ്. പിന്നെ സിസ്റ്റം ബിൽഡിംഗ് എയ്ഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിന്റെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അക്യൂർ ആൻഡ് റെപ്രസെന്റ് ഡൊമൈൻ എക്സ്പേർട്സ് നോളജ് ആൻഡ് പ്രോഗ്രാംസ് വിച്ച് ഹെൽപ്പ് ഡിസൈൻ ദ എക്സ്പേർട്ട് സിസ്റ്റം. കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റത്തിനെ ബിൽഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കുറെ ഹെൽപ്പൊക്കെ തരുന്ന ഒരു സംഭവമാണ് ആ സംഭവം എന്ന് പറയുന്നത്. പിന്നെ സിസ്റ്റം ബിൽഡിംഗ് അതാണല്ലോ പറഞ്ഞത്. പിന്നെ ടൂൾ സപ്പോർട്ട് എൻവയോൺമെന്റ് ഫെസിലിറ്റീസ് അതെന്ന് വെച്ചാൽ ഇതുപോലെ അല്ലറ ചില്ലറ കുറെ ടൂൾസ് ആണ്. അതിനകത്ത് ഡീബഗിങ് സഹായിക്കുന്നുണ്ട്. നോളജ് ബേസ് എഡിറ്റേഴ്സ്, പഴയ എഡിറ്റേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ആ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫെസിലിറ്റീസ്, കമ്മ്യൂണിക്കേറ്റ് യൂസർ എക്സ്പെർട്ട് സിസ്റ്റമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫെസിലിറ്റീസ് അതാണ്. പിന്നെ എക്സ്പ്ലനേഷൻ ഫെസിലിറ്റീസ് ഈ നമുക്കാണെങ്കിൽ പാർട്ടിക്കുലർ കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന കുറെ ടൂൾസ്. അത്രയേ ഉള്ളൂ സംഭവം.